നമസ്കാരം. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവിൽ അദ്ദേഹത്തിനെതിരെ നുണേശൻ എന്ന പേരിൽ വ്യാപകമായ രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ അപവാദ പ്രചാരണം നടത്തിയ സർക്കാർ ജീവനക്കാർക്കെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷണം ആരംഭിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസും ഭരണകേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചില CPM അനുകൂലികളായ ഉദ്യോഗസ്ഥരാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന ഗൗരവതരമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ഈ അന്വേഷണം. സർക്കാർ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ സജീവ രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ ഭാഗമാകുകയോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയോ ചെയ്യരുതെന്ന കർശനമായ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. AKG സെന്ററിലെ CPM സോഷ്യൽ മീഡിയ വിങ്ങുമായി ഈ ഉദ്യോഗസ്ഥർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ അപവാദ പ്രചാരണങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിച്ചതായി സംശയിക്കുന്ന ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് എഡിറ്റർക്കെതിരെ അന്വേഷണം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഇയാളെ ഒരു CPM MLA പേഴ്സണൽ അസിസ്റ്റന്റായി അടുത്തിടെ സ്ഥലം മാറ്റിയിരുന്നു. അന്വേഷണത്തെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന കടുത്ത ശിക്ഷാ നടപടികളിൽ നിന്നും നിർബന്ധിത സ്ഥലമാറ്റത്തിൽ നിന്നും ഇയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു CPM കേന്ദ്രങ്ങളുടെ ഈ മുൻകൂർ നീക്കം. മുൻ ഇടത് ഗവൺമെന്റിന്റെ കാലത്ത് PRDയിൽ നിന്ന് വർക്ക് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിലാണ് ഈ ജീവനക്കാരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നത്. കോൺഗ്രസ് നേതാവും MLAയുമായ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി V.D. സതീശന് നേരിട്ട് നൽകിയ ഔദ്യോഗിക പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് സർക്കാർ ശമ്പളം കൈപ്പറ്റി CPMന് വേണ്ടി സൈബർ കൊട്ടേഷൻ എടുത്ത മുൻപ് ഒരു ഇടത് അനുകൂല ചാനലിലെ റിപ്പോർട്ടർ കൂടിയായിരുന്ന S. ജീവൻകുമാർ എന്ന സർക്കാർ ജീവനക്കാരനെതിരെ കടുത്ത മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് സന്ദീപ് വാര്യരുടെ പരാതിയിലെ പ്രധാന ആവശ്യം. പ്രമുഖ CPM നേതാക്കളും സൈബർ പോരാളികളും ഉൾപ്പെട്ട റെഡ് ബറ്റാലിയൻ എന്ന വിവാദ വാട്സാപ്പ് ഗ്രൂപ്പിൽ സതീശനെ വ്യക്തിഹത്യ നടത്താൻ ലക്ഷ്യമിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്ന സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും ഡിജിറ്റൽ തെളിവുകളും സന്ദീപ് വാര്യർ പരാതിയോടൊപ്പം മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടതനുകൂല ജീവനക്കാരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന.